സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ നാളെ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭ്യമാണ് എന്നത് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി ശ്രീലങ്ക തീരം തൊട്ട് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി ശ്രീലങ്ക തീരം തൊട്ട് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ ആ ഭാഗത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. അതേസമയം തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമെന്നാണ് ചെന്നൈ മേഖലാ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കഡലൂർ, തിരുവാരൂർ, തിരുവഞ്ചൂർ, നാഗപട്ടണം, മയിലാടുംതുറ, രാമനാഥപുരം എന്നീ ജില്ലകളിലാണ് 2 ദിവസങ്ങളിലായി വ്യാപക മഴ ഉള്ളത്. ഈ 6 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനിടെ തീരദേശ ജില്ലകളിൽ 150 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. രാമനാഥപുരത്ത് വീടുകളിലടക്കം വെള്ളം കയറുകയും ചെയ്തു. തിരുവാരൂർ, മയിലാടുംതുറ, തഞ്ചാവൂർ തുടങ്ങിയ ജില്ലകളിൽ 2000 ഏക്കറിലേറെ നെൽകൃഷി നശിച്ചു. നാഗപട്ടണത്ത് 12 ക്യാപ്സൂളുകളിലായി 371 കുടുംബങ്ങളിലെ 1032 പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. താഴ്ന്ന പ്രദേശങ്ങളിലും ദുർബല പ്രദേശങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. 3 ദിവസം ചെന്നൈ, പുതുച്ചേരി, കാരയ്ക്കൽ, യാനം എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഡലൂർ, മയിലാടുംതുറ, നാഗപട്ടണം, തിരുവാരൂർ, ചെന്നൈ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം, തിരുവള്ളുവർ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ 30 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം മഴ കനത്തതോടെ ശബരിമലയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നതും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ശക്തമായ കാറ്റും മഴയുമാണുള്ളത്. ഓൺലൈൻ ബുക്കിംഗ് നടത്തുന്നവരിൽ 30% പേർ ദർശനത്തിന് എത്തുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ നട തുറന്നപ്പോൾ 5 വരിയിൽ മാത്രമാണ് തീർത്ഥാടകർ ഉണ്ടായിരുന്നത്. 5 മണിയായപ്പോഴേക്കും ഇവർക്ക് ദർശനം നടത്തുവാനും സാധിച്ചു. പിന്നീടെത്തുന്ന ഭക്തർക്ക് കാത്തിരിപ്പ് ഇല്ലാതെ തന്നെ ദർശനം നടത്താനും കഴിയുന്നുണ്ട്. 12 വിളക്ക് കഴിഞ്ഞിട്ടും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവ് വന്നിട്ടില്ല. പ്രസാദ കൗണ്ടറുകൾക്ക് മുന്നിലും തിരക്കില്ല. ഇന്നലെ രാത്രിയിൽ 9 മണിക്ക് 18ാം പടി കയറാൻ 500-ൽ താഴെ ഭക്തർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ മാത്രം 63,242 പേർ 18ാം പടി കയറി ദർശനം നടത്താനെത്തി. ഇതിൽ 10,124 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് എത്തിയത്. പമ്പയിലും നിലയ്ക്കലിലും എല്ലാം തന്നെ തിരക്ക് നിലവിൽ നിയന്ത്രണാതീതമാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.